ഇപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആ മാർക്കറ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടവരുണ്ടാവും. ഇപ്പം മൊത്തത്തിൽ ഭയങ്കര ട്രെൻഡാണ്, അപ്പം അതൊന്ന് ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നോ വാട്ട് ദ മാർക്കറ്റ് ഇസ്. അവർക്ക് കറക്റ്റായിട്ട് മാർക്കറ്റ് അറിയാം. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടി വാങ്ങിക്കും, വിൽക്കും. അതായത് ഈ റിയൽ എസ്റ്റേറ്റ് ഏറ്റവും കൂടുതൽ പൈസ മറിയുന്നത് ഫ്ലിപ്പിങ്ങിലാണ്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, അതിനൊരു അപ്രിസിയേഷൻ വരുമ്പോൾ അത് വിൽക്കുന്നു. സോ ആ ഒരു ഫ്ലിപ്പിങ്ങിലാണ് ഏറ്റവും കൂടുതൽ പൈസ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. അത് കാറ്റഗറി നമ്പർ 2 ആണ്. അവർക്ക് കറക്റ്റായിട്ട് മാർക്കറ്റ് അറിയാം. മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, ദേ ഹോൾഡ് ദ പ്രോപ്പർട്ടീസ്. അതായത് ഈ ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് ഒക്കെ പറയുന്നത് റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾഡിങ്ങിലാണ് പൈസ എന്ന് പറയും. അതായത് അവർ അത് ഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ആ പൈസ, കാരണം ദേ ഹാവ് എക്സസ് മണി, അവർക്ക് ഇതേപോലെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ദേ ഓൾറെഡി ദേ ആർ വെൽ സെറ്റിൽഡ്. അപ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ദേ ഇൻവെസ്റ്റഡ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം, 10 years, 15 years, 20 years അവരത് ഹോൾഡ് ചെയ്യും. സോ അതിൽ നിന്ന് നല്ല ഒരു റെൻ്റൽ ഇൻകം അല്ലെങ്കിൽ റെൻ്റൽ റിട്ടേൺസ് കിട്ടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്.